ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ലോങ് വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. കഴിഞ്ഞ മാസം ഒരു സാറ്റർഡേ ഷൂട്ട് ചെയ്ത വീഡിയോ ഇത്. എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ വെച്ചു. ഒരു ട്രാവൽ കഴിഞ്ഞ് വന്നിട്ടുള്ള നെക്സ്റ്റ് ഡേ മോർണിംഗ്. പോകാനുള്ള തിരക്കിൽ എല്ലാം അവിടെ ഇവിടെ നിരത്തിയിട്ടിട്ട് പോയി. രാവിലെ എണീറ്റ് വന്നതേ കണ്ടത് ഈ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഹാളാണ്. അപ്പോൾ ആദ്യം അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ഇന്നലത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു. എന്നിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഒരു നേരമായി. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോഴും ലേറ്റായി. സമയം ഇപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ഒത്തിരി പരിപാടിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വെക്കണം, ലഞ്ച്, ഡിന്നർ, പിന്നെ വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്യാം. അങ്ങനെ ഒരുവിധം അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പല്ലൊക്കെ ഒന്ന് തേച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലുമൊക്കെ നോക്കാം. എണീക്കാൻ ലേറ്റ് ആകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. അതൊക്കെ നമുക്ക് ശീലമുള്ള കാര്യമല്ലേ. പിന്നെ ഇന്ന് ഓഫീസിലും പോകണ്ടല്ലോ, അതാണ് ഇങ്ങനെ ആടിത്തൂങ്ങി നടക്കുന്നത്. എന്നാൽ വീക്ക് ഡേയ്സ് ആണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാം കറക്റ്റ് ടൈമിൽ നടക്കും. അതുകൊണ്ട് വീക്കെൻഡ്സിൽ ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റാലും എനിക്ക് വലിയ റിഗ്രറ്റൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഇച്ചിരി ഉഴപ്പുന്നത് തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളോ? ഇതാണ് നമ്മുടെ കിച്ചൻ്റെ രാവിലത്തെ അവസ്ഥ. പോകുന്നതിന് മുന്നേ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം അതെടുത്ത് വെക്കുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ പാലും കുറച്ച് മീനും ഇരിപ്പുണ്ട്. അതെടുത്ത് വെളിയിൽ വെക്കണം, തണുപ്പ് കുറച്ച് കുറയട്ടെ. എന്നിട്ട് നമുക്ക് സ്ലാബ് ഒന്ന് ക്ലീൻ ചെയ്യാം. രാവിലെ ചായ കുടിക്കുന്ന ശീലമുണ്ടോ? എനിക്കുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ചായക്കുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കി അടുത്ത അടുപ്പിൽ നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറിനുള്ളത് സെറ്റാക്കാം. അതിനുള്ള അരിയൊക്കെ എടുത്തു കഴുകി അതും അടുത്ത അടുപ്പിലേക്ക് കയറ്റണം. അരിയൊക്കെ കഴുകുന്ന ഗ്യാപ്പിൽ നമ്മുടെ ചായ റെഡി ആയിക്കോളും. നല്ല കടുപ്പത്തിൽ ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരോ ഉള്ളേ? ഉണ്ടായിരിക്കും, പക്ഷെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ കുതിർക്കാൻ വെച്ച ബദാമുണ്ട്. അപ്പം അതും കഴിക്കാം.
ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചോറും മീൻകറിയാണേ. അങ്ങനെ പറയുമ്പോൾ ഓർക്കും രാത്രിയിൽ ഡിന്നറിന് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അങ്ങനെയല്ല, ലഞ്ചിനും ഡിന്നറിനും ഒരുവിധം എല്ലാ ഡേയ്സും തന്നെ സെയിം സാധനമാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ ഞാൻ മീൻകറിക്കുള്ളത് സെറ്റാക്കി അടുപ്പിൽ വെച്ചു. ഇനി കഴുകാനുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും മീൻകറി പാതി സെറ്റായി. അടുത്ത അടുപ്പിൽ ഞാൻ ദോശ ചുടാൻ പോകുക. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ടൊമാറ്റോ ചട്നിയാണ്. ടൊമാറ്റോ ചട്നിയുടെ ഗ്രേവി എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. സോ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. തിരക്കുള്ള ടൈമിലൊക്കെ ജസ്റ്റ് ആവശ്യത്തിനെടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ. എല്ലാം അരിഞ്ഞ് റെഡിയാക്കുന്നതിലും ഒത്തിരി എളുപ്പമുണ്ട്. ടൈമും ലാഭിക്കാം. അങ്ങനെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ഇച്ചിരി ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ ഒരു കൊളീഗ് വിളിച്ചു. ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി ആൾ ഈ വീക്ക് ഫുൾ OCD എന്ന് പറഞ്ഞാൽ ഓൺ കോൾ ഡ്യൂട്ടി. അതിനെന്തോ ഡൗട്ട്. കുറച്ച് നേരത്തേക്ക് ലോഗിൻ ചെയ്താൽ മതി, പെട്ടെന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കുറച്ചേറെ നേരം നീണ്ടുപോയി. പിന്നെ വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലയൻറ്റ് തന്നതാണ്. അപ്പോൾ പിന്നെ ആ സ്നാക്സൊക്കെ കഴിച്ച് സമയം കളഞ്ഞു.